വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഏഞ്ചൽ മെസ്സേജ് ടുഡേ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഏഞ്ചൽ പ്ലീസ് പ്രസന്റ് ഹിയർ. ഏഞ്ചൽ പ്ലീസ് പ്രസന്റ് ഹിയർ. എന്താണ് ബ്യൂട്ടിഫുൾ സോൾസ്, ഇത് വാച്ച് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ സോൾസിന് എന്താണ് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. Angel, please present here. My angel, please present here. My God, please present here. Everyone, please present here. Okay. Thank you, my angel. നോക്കാം. 4 ഓഫ് പെൻഡക്കിൾ ആണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു എന്തോ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇന്നത്തെ റീഡിങ് ആദ്യം വന്നിരിക്കുന്ന കാർഡ് ടവർ എന്ന കാർഡാണ്. ടവർ എന്ന കാർഡ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ഒന്നുകിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി അവിടെയാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു എനർജി എന്തോന്നോ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ആ ഹോൾഡ് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്തോ ഒന്ന് ഹോൾഡ് ചെയ്ത് വച്ചേക്കുവാണ്. പക്ഷെ അവിടെ നിന്ന് ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന സംഭവം എന്ത് തന്നെയായാലും അത് ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. കാരണം ഇതും അത് തന്നെയാണ് കാണിക്കുന്നത്. പെൻഡക്കിളാണ് കാണിക്കുന്നത്, 5 ഓഫ് പെൻഡക്കിൾ. അപ്പോൾ എന്തിനോ വേണ്ടി വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി അത് ലവ് ആവാം, മേ ബി അത് റിലേഷൻഷിപ്പ് ആകാം, അല്ല എന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയുള്ള എന്തോ ഒരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. എന്തോ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുവാണ്, വിടാൻ വയ്യ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ബ്രേക്ക് ആവേണ്ട കാര്യമാണ്. അത് ബ്രേക്ക് ആയാലേ പറ്റത്തുള്ളൂ എന്നാണ് കാണുന്നത്. അതിനെ ലെറ്റ് ഗോ ചെയ്യണം. 8 ഓഫ് കപ്പ് അത് കളഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ലൈഫ്, നല്ലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് ദൈവം കാണിക്കുന്ന സൂചന. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കണം. നിങ്ങളുടേതായ മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പ്രേയേഴ്സിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻസ് കണക്ട് ചെയ്ത് യൂണിവേഴ്സുമായി കണക്ട് ചെയ്ത് പ്രേയേഴ്സിൽ ഇരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഉള്ള ലൈഫ് ഓക്കെ ആയി പോവുള്ളൂ. ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്തേക്കുവാണ്, എന്തോ ഒന്നും വീണ്ടും നിങ്ങൾ ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ കാലുകൾ കെട്ടിയിട്ടേക്കുവാണ് എന്തിനോ വേണ്ടി. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ആളാകേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ പാസ്റ്റിലെ മറക്കണം. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന പാസ്റ്റ് ആയിട്ടുള്ള ഒരു ലവ്, അങ്ങനെ ഒരു കാര്യം, അത് നിങ്ങൾ ലെറ്റ്സ് ഗോ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പേജ് ഓഫ് കപ്പാണ്. ഇമോഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മെയിൻലി ലവ് ആവാനാണ് ഇതിൽ കൂടുതലും സാധ്യത കാണുന്നത്. നിങ്ങൾ സ്റ്റക്ക് എനർജിയാണ് കാണുന്നത്. ഏതോ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചാരറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിന് ശക്തി കിട്ടും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രേയേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ
ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ലൈഫിനെ തിരിച്ചു പിടിക്കണം. ടെമ്പറൻസ് എന്ന് പറഞ്ഞ കാർഡാണ്. എല്ലാത്തിലും ഒരു മിതത്വം, ഒരാളെയും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു സ്നേഹത്തിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല. ഉറപ്പായിട്ട് നിങ്ങളത് ലെറ്റ്സ് ഗോ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുള്ളൂ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനം വരും, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഇത് കിട്ടും. അതായത് ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയാൻ പറ്റും. നമ്മുടെ മൈൻഡിൽ വരുന്ന ഇൻഡ്യൂഷൻസ്, അതായത് ദൈവമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രേയേഴ്സിൽ കണക്റ്റ് ആകുമ്പോൾ നമുക്ക് ദൈവം തരുന്ന കുറച്ച് ഇൻഡ്യൂഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യം, അതാണ് മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളെ വേണ്ടാത്ത ഒരാളുടെ പിറകെ നിങ്ങൾ പോകരുത് എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വിജയമാണ് കാണുന്നത്. പേജ് ഓഫ് വാണ്ടാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും. സക്സസ് ആണ് അതിൽ കിട്ടുന്നത്. ഉറപ്പായിട്ടും പറയാൻ പറ്റും. ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. താങ്ക് യു മൈ വ്യൂവേഴ്സ്. ഇതൊരു നല്ലൊരു റീഡിംഗ് ആണ്. ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് കിട്ടിയേക്കുന്നത്. മെയിൻലി ഇതിൽ കപ്സും ഇമോഷൻസും ആണ് കണ്ടേക്കുന്നത്. സോ ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. Everyone blessed with my God and your God prayers. Connect with the universe. Thank you my Lord. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് ഒരു 10 പേർക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ 10 പേര് എന്നെ ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്ന 10 മെമ്പേഴ്സിന് പേഴ്സണൽ റീഡിങ്സ് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ എടുത്തു കൊടുക്കുന്നതാണ്. Thank you my viewers. Please contact me my WhatsApp number.